അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ മക്കളുടെ മദ്രസയിലെയും സ്കൂളിലെയും അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആബ്സെൻസ് കാണുന്നത് മദ്രസയിലെ രജിസ്റ്റർ ബുക്കിലാണ്. മദ്രസ മുടങ്ങിയാലും വേണ്ടിയില്ല, കുട്ടിയുടെ മോർണിംഗ് ക്ലാസ്സും ഈവനിങ് ക്ലാസ്സും അതേപോലെ സ്പെഷ്യൽ ക്ലാസ്സും പ്രൊജക്റ്റും അസൈൻമെൻറ്റിനും ഒരു കോട്ടവും സംഭവിക്കരുത്, ഒരു പ്രയാസവും അവൻ നേരിടരുതെന്നുള്ള വാശിയോടുകൂടി മദ്രസ ഒഴിവാക്കി മക്കളെ സ്കൂളിലേക്ക് മാത്രം പറഞ്ഞയക്കുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പരിപൂർണമായും കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മൾ മരിച്ചു പോകൂലേ? അതിന് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. അള്ളാഹുവിൻ്റെ അജയ്യമായ വിധി വന്നാൽ നമ്മളെല്ലാവരും മണ്ണിലേക്ക് പോകേണ്ടവരാണ്. 6 അടി മണ്ണിൽ നമ്മൾ എത്തിയ ശേഷം നമുക്കൊരു പരലോകമുണ്ടെന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ വിചാരണയുണ്ടെന്നും മക്കളെ കൊണ്ടും ലഭിച്ച സമ്പത്ത് കൊണ്ടും വാഹനങ്ങൾ കൊണ്ടും കുടുംബവും കൊണ്ടും നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള വിചാരണ, ചോദ്യം ചെയ്യപ്പെടലിൽ നാം വിധേയരാണെന്നും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്തിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ബുദ്ധിമാന്മാരാണെങ്കിൽ നാളെ ഖബറിൽ ചെല്ലുമ്പോൾ പച്ച മണ്ണിനോട് ചേർന്ന് ഇരുട്ടറയിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു ഫാത്തിഹ തെറ്റുകൂടാതെ ഓതിത്തരാൻ കഴിയുന്ന, ഓതി അയക്കാൻ കഴിയുന്ന ഒരു മകൻ, ഒരു മകൾ എനിക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമ്മൾ മക്കളെ വളർത്തി വലുതാക്കി, അൽമാലു അൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുനിയ ഖൂ അൻഫുസക്കും അഹ്ലിക്കും നാറ, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, മക്കളെയും ഭാര്യയും കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകണം. ആ മക്കൾക്ക് നിങ്ങൾ നേരാൻ വണ്ണം ദീനി വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്നു മാത്രമല്ല, ദുനിയാവിൽ മാനക്കേട് അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കളെ ഭൗതികപരമായി ഡിഗ്രി പഠിപ്പിക്കുകയാണെങ്കിൽ മദ്രസയിലും ഡിഗ്രിയോടുകൂടി പഠിപ്പിക്കണം. ഇബ്രാഹിം ഉസ്താദ് പറഞ്ഞതുപോലെ ഇന്ന് പല മദ്രസകളും ബസ് സ്റ്റോപ്പുകളായി മാറുന്ന സ്ഥിതിവിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടി കയറേണ്ട വണ്ടിയുടെ ഹോണ് പോലും തിരിച്ചറിയുകയും അതിവേഗം മദ്രസയിൽ നിന്ന് ഉസ്താദിനോട് സലാം പറഞ്ഞ് ഉസ്താദ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും സ്കൂളിലേക്ക് കുട്ടി ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടം തന്നെയാണ്. ധാർമ്മികപരമായി, സാമൂഹികപരമായി മാതാപിതാക്കളോട്, മക്കളോട്, സമൂഹത്തിനോട്, രാഷ്ട്രത്തിനോട് ഏതെല്ലാം നിലയിൽ പെരുമാറണമെന്നും ഒരു നല്ല മനുഷ്യൻ എങ്ങനെയാകണമെന്ന് സ്കൂളുകളിൽ നിന്ന് വല്ലാതെ പഠിക്കാനൊന്നും പറ്റില്ല. ഒരു സ്പിരിച്വൽ ലൈഫ് അവനിക്ക് സാധ്യമാക്കണമെങ്കിൽ അത് മദ്രസയിലൂടെ മാത്രമേ പറ്റുള്ളൂ. എല്ലാ നിലയിലും മക്കൾ ഉയരുമ്പോഴും മതപരമായും ഒരു ഫാത്തിഹ എങ്കിലും, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് എങ്കിലും തെറ്റുകൂടാതെ നമ്മുടെ മക്കൾക്ക് ഓതാൻ അറിയുമെങ്കിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പടച്ചവൻ്റെ മുന്നിൽ വിജയിക്കുകയുള്ളൂ. അല്ലാത്ത സ്ഥിതിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്രയോ കാശ് മുടക്കി, എത്രയോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ, പകൽ മുഴുവനും പണിയെടുത്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് മേലുദ്യോഗസ്ഥന്മാരുടെ തെറിയേട്ട്, അവരുടെ തൊഴിയൽ കേട്ട്, തടയലൊക്കെ കേട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുണ്ടാക്കിയ പൈസ, ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുണ്ടാക്കിയ പൈസ, ആ പൈസ മുഴുവനും, നിങ്ങളെ സമ്പാദ്യം മുഴുവനും MBBSനും BCAക്കും MCAക്കും ഒക്കെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, PGയും ഡോക്ടറേറ്റും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം പഠിപ്പിക്കണം, എല്ലാം അനിവാര്യമാണ്. ഭൗതികമായ തലത്തിലൂടെ ഇസ്ലാമിനെ പ്രൂവ് ചെയ്യാൻ, അതിൻ്റെ എവിഡൻറ്റുകളെ കണ്ടെത്താൻ, ഭൗതിക തലത്തിലൂടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രൂവ് ചെയ്യാൻ ഭൗതികമായുള്ള വിദ്യാഭ്യാസം അനിവാര്യം തന്നെയാണ്. അത് പഠിക്കലും നിർബന്ധമായ കാര്യമാണെന്നാണ് മതം പറയുന്നത്. അത് പഠിക്കുന്നതോടുകൂടി തന്നെ ഉമ്മയാരാണെന്നും ബാപ്പയാരാണെന്നും സമൂഹത്തിനോടുള്ള ബാധ്യതകൾ എങ്ങനെയാണെന്നും ഒക്കെ പഠിക്കാച്ചെങ്കിൽ മാത്രമേ നല്ല നന്മയുള്ള എഞ്ചിനീയർമാരും വക്കീലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കാശിനു വേണ്ടി കൈക്കൂലി വാങ്ങി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി നക്കിയും പറിച്ചും പിടിച്ചു പറിച്ചൊക്കെ ജീവിക്കുന്ന കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷമില്ലാത്ത, ഒരു ബറക്കത്തില്ലാത്ത സമ്പാദ്യം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു മകനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. മക്കളെ കൊണ്ട് എത്രയോ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കൃത്യമായ ദീനീ ബോധം, ദിശാബോധം ആ മക്കളിൽ ചെറുപ്പം മുതൽ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ദുനിയാവിൽ ഒരു മാതാപിതാക്കളും മക്കളെ കൊണ്ട് തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് വരരുത്. നിങ്ങൾ പരമാവധി മക്കളെ മദ്രസ പഠിപ്പിക്കുക. ഇന്നിപ്പോൾ തിരക്ക് കാരണം പല മാതാപിതാക്കൾക്കും തിരക്കാണ്. വിദേശത്തുള്ളവരുണ്ട്, സ്വദേശത്തുള്ളവരുണ്ട്, മദ്രസ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഡെയിലി പോയി വരാൻ കഴിയാത്തവരുണ്ട്. അവർക്കെല്ലാം ഇന്ന് ഓൺലൈൻ മാർഗത്തിലൂടെയും മദ്രസകൾ അവൈലബിൾ ആണ്. ഉസ്താദുമാരും സ്ത്രീകളും നല്ല ട്രെയിനർമാരായ കഴിവ് തെളിഞ്ഞ ഒരുപാട് ആളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അവരുടെ പല കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. അവയെല്ലാം കൃത്യമായി വിനിയോഗിച്ച്, കാശ് എന്തായാലും മുടക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ, ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ മക്കൾക്ക് എത്രയോ കാശ് മുടക്കാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞ ഫീസിൽ നമ്മുടെ മക്കളുടെ പരലോക ജീവിതം
നമ്മുടെ പരലോക ജീവിതം നല്ല രൂപത്തിലാക്കാൻ വേണ്ടി, സേഫ് ആക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി നമ്മുടെ മക്കളെ മദ്രസയിൽ നിന്ന് അകറ്റരുത്. ആ മദ്രസ മുറ്റത്ത് നിന്നാണ് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം, ആ സ്വർഗത്തിൻ്റെ മധ്യ കവാടമാണ് വാപ്പ എന്നൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. ആ വാപ്പയെ വേദനിപ്പിക്കരുത്, ഉമ്മയെ വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണ് നിറയാൻ ഒരു തുള്ളി കണ്ണുനീര് പോലും നമ്മുടെ കാരണം കൊണ്ട്, മകളായ എൻ്റെ കാരണം കൊണ്ട് എൻ്റെ വാപ്പയുടെ കണ്ണ് നിറയരുതെന്ന് ഓരോ കുട്ടിയും പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും സുവോളജിയും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് ഒരുപക്ഷെ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞുള്ളെന്നില്ല. ഒരു 1.5 മണിക്കൂർ ഈ മതപരമായ ആത്മീയമായ ഒരു ചട്ടക്കൂടിൽ ഒരു കുട്ടി നിൽക്കുമ്പോൾ, ഡെയിലി അത് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഒരിക്കലും ആ കുട്ടി വഴിപിടിച്ചു പോകില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ നന്മയുടെ പൂക്കളാകണം. അവരിലൂടെ സമൂഹം നന്മയെ രുചിച്ചറിയണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമാണോ, എത്രത്തോളം സമ്പത്താണ് നമ്മൾ ചെലവഴിക്കുന്നത്, അതിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഇതിനും നമ്മൾ പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ബിരുദധാരികളായ നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.